നോമ്പ് തുറക്കുന്ന സമയത്ത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് 4 മണി ചായക്കും കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. വീട്ടിലുള്ള 2 or 3 സാധനങ്ങൾ മാത്രം മതിയാകാം നമുക്കത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കറുത്ത് പോയ 2 നേന്ത്രപ്പഴമാണ് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ളൊരു സ്നാക്കൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കറുത്ത് പോയ ഇതുപോലുള്ള പഴമൊന്നും കളയേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് മിക്സിൻ്റെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇത് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ ഇതിലേക്കൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. മിക്സിയിൽ അരച്ചെടുത്താൽ മാത്രമേ നമുക്ക് ആ ഒരു നല്ലൊരു ടെക്സ്ചർ കിട്ടുകയുള്ളൂ. നിങ്ങൾക്ക് ചെറിയൊരു ഫോർക്ക് വെച്ചിട്ട് ഉടച്ചെടുത്താലും മതിയാകും, എന്നാലും അരച്ചെടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ ഇത് 2 പഴവും ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആ ഒരു സ്നാക്കിന് ആ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ശർക്കര പൊടിയാണ്. അപ്പോൾ അതൊരു 2 or 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നിങ്ങളെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിതിൽ പഞ്ചസാര ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയാന്ന് പറയുന്നത്. അപ്പോൾ പഞ്ചസാര നിങ്ങളുടെ അടുത്തുള്ളതെങ്കിൽ അത് ചേർത്താൽ മതിയാകും. പക്ഷേങ്കിൽ ശർക്കരപ്പൊടി കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്നതായിരിക്കും കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ളത്. അപ്പോൾ ശർക്കരപ്പൊടി ഇല്ലെങ്കിൽ സാധാരണ ശർക്കര ഒന്ന് ചതക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷേ നമുക്കിന്ന് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ശർക്കര പൊടിച്ചത് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കങ്ങനെ പെട്ടെന്ന് തന്നെ ഇതുപോലുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഇട്ട് കൊടുക്കാനും പറ്റും. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ഗ്ലാസ് വെള്ളമാണ്. അപ്പോൾ വെള്ളം ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മളിപ്പോൾ ശർക്കര പൊടി ചേർക്കുന്നുണ്ട്, അതുപോലെ തന്നെ പഴം പഴുത്തതായതുകൊണ്ട് തന്നെ അടിച്ചാൽ കുറച്ച് ലൂസായി കിട്ടും. എന്നാലും നമുക്കിതിലേക്ക് കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട്. അപ്പോൾ അതൊന്ന് ആ ഒരു മാവ് നല്ല കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് അരച്ചെടുത്ത് കൊണ്ടുവന്ന് നമ്മളിതിലേക്ക് ഒരു ബൗളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൈദപ്പൊടിയാണ്. ആദ്യം നമുക്ക് കുറച്ച് മൈദപ്പൊടി എടുത്തിട്ട് കുറേശ്ശെ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ മൈദപ്പൊടിൻ്റെ അളവൊന്നും നമുക്കങ്ങനെ കറക്റ്റ് പറയാൻ പറ്റില്ല. ഇതിൽ ആവുന്ന കറക്റ്റായിട്ട് ഒരു ഡോ ആയിട്ട് കിട്ടുന്നവരെ മാത്രം നമുക്ക് ചെയ്തെടുക്കണം. ഡോ എന്ന് പറയാനും പറ്റില്ല, നമുക്കിത് കൈ കൊണ്ടൊന്ന് എണ്ണയിൽ നുള്ളിയിടുന്നതാണ്, ഇല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് നമുക്ക് കോരി ഒഴിക്കുകയും ചെയ്യാം. അപ്പോൾ ആ ഒരു കറക്റ്റ് അളവിന് മാത്രം മൈദപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു സമയം നോക്കിയിട്ട് പഞ്ചസാരയോ ഉപ്പോ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നന്നായിട്ട് കട്ടയൊന്നുമില്ലാണ്ട് മാവ് ഇതുപോലെ സ്മൂത്താക്കി എടുക്കണം. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു നുള്ള് അപ്പക്കാരമാണ്. അപ്പക്കാരം ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ ഫോർക്ക് വെച്ച് നന്നായിട്ട് തന്നെ അടിച്ച് പതിപ്പിച്ചാൽ തന്നെ നമുക്ക് മാവ് നന്നായിട്ട് പൊങ്ങി കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന സ്നാക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മളിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല, ഈ ഒരു സമയം തന്നെ അപ്പം ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ കുറേശ്ശെ നമുക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം നല്ല ചൂടായി വരുന്ന സമയത്ത് മാത്രം ഇതിൽ നിന്ന് സ്പൂൺ വെച്ച് നമുക്ക് ഇതുപോലെ കോരി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൈ കൊണ്ട് വേണമെങ്കിലും ഇതിലേക്ക് കുറേശ്ശെ മാവ് ഒന്ന് നുള്ളിയിട്ട് കൊടുത്താൽ മതി. കൈ ഒന്ന് വെള്ളത്തിൽ നനച്ചിട്ട് ഇടയ്ക്കിടെ ഇങ്ങനെ വെള്ളം നനച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഞാനിവിടെ സ്പൂൺ വെച്ചിട്ട് അങ്ങ് ഒഴിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ എണ്ണ നന്നായിട്ട് തന്നെ ചൂടാവണം, എന്നാൽ മാത്രമേ നമ്മളിത് കോരി ഒഴിക്കുന്ന സമയത്ത് നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു 1-2 സെക്കൻഡ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് വീർത്ത് വരാൻ തുടങ്ങും. അതുപോലെ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പുറം ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും. ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഉൾഭാഗം വേവാണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ മേൽഭാഗം ഇങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് 2 ഭാഗവും ഇതുപോലെ ആ ഒരു നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. അതുപോലെ നമ്മൾ എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം നന്നായിട്ടൊന്ന് കൂട്ടി വെച്ചതിന് ശേഷം മാത്രം എണ്ണയിൽ നിന്ന് കോരി കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഏതൊരു സ്നാക്കായി കഴിഞ്ഞാലും എണ്ണ കുടിക്കാണ്ട് നമുക്ക് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടുള്ള നമ്മൾ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഫ്ലെയിം കൂട്ടി കൊടുത്തിട്ട് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്, പുറംഭാഗം നല്ല ക്രിസ്പി, അതുപോലെ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ ബാക്കിയുള്ള മാവ് ഞാൻ ഇതുപോലെ തന്നെ എണ്ണയിൽ നിന്ന് കോരി ഒഴിക്കുന്നുണ്ട്. ഈ ഒരു സമയം നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് വീണ്ടും ഒന്ന് മാറ്റണം. എന്നിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്.
അതുപോലെ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് മൈദപ്പൊടിക്ക് പകരം അതേ അളവ് തന്നെ ഗോതമ്പ് പൊടിയാലും ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഗോതമ്പ് പൊടിയാകുമ്പോൾ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെന്നില്ല, മൈദപ്പൊടിയാണ് കൂടുതൽ ടേസ്റ്റ്. ഞാൻ 2 പൊടി വെച്ചിട്ട് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് നോക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് മൈദപ്പൊടി ഒഴിവാക്കിയിട്ട് ഗോതമ്പ് പൊടി ചേർക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാവുന്ന ഒരു ഐറ്റം ആയിരിക്കും ഇത്. അപ്പോൾ ഒന്ന് തണുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് പിറ്റേന്ന് വരെ ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ പിറ്റേന്ന് രാവിലെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുട്ടികൾക്കായി കഴിഞ്ഞാലും രാവിലെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു ഐറ്റം ഇത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക്